ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഒരു നേന്ത്രപ്പഴവും പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് ഒരു ആവിയിൽ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങ ചിരകിയതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5ൻ്റെ ബൂസ്റ്റിംഗ് പൊടിയാണ്. അപ്പം ഒരു 5ൻ്റെ പാക്കറ്റ് ബൂസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയുള്ള സ്നാക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടുതൽ ഇടേണ്ടി വരും. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഈ പരുവത്തിൽ വേണം നമ്മുടെ ഇതിരിക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് 2 കയ്യിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു ബോളിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് എല്ലതും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓരോന്നാണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഓരോന്നിടുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരൊന്നും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഉള്ളൊക്കെ നന്നായി വെന്ത് വരണം. അപ്പോൾ പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളൊക്കെ ഒന്നും വേവാതിരുന്നിട്ട് പുറമെ മൊത്തം പെട്ടെന്ന് ഇങ്ങനെ വെന്തിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഇതിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ധൃതി കൂട്ടാതെ പയ്യെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സ്നാക്കാണ്.
അപ്പോൾ അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഞാനിതാ ഒരെണ്ണം പൊളിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും പിന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.